മതി. അതല്ല ആന്റി, കല്യാണ ലെറ്റർ ഇങ്ങനെ കത്തിപ്പോയപ്പോ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ തോന്നിയതാ. അതിന്റെ ഇടയിൽ ഇവള് അതെ ആന്റി, നിശ്ചയ സ്ഥലത്തും ഇതുപോലെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കല്യാണക്കത്ത് കത്തുകയും കൂടി ചെയ്തപ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയം തോന്നുന്നുണ്ട്. ഏയ്, അങ്ങനെ ഭയക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചില നിമിത്തങ്ങളാണ്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തിരുമേനി, ഒന്നുകൂടി ഒന്ന് ദീപാരാധന ചെയ്യാം. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് പോരെ? ധാരാളം. സമയാസമയത്ത് പ്രാർത്ഥന മുടക്കാതിരുന്നാൽ മതി. എല്ലാം നല്ലതായേ വരും. നിങ്ങൾ പോയി അവരവരുടെ സ്ഥലത്തേക്ക്. കല്യാണി, ഇതൊക്കെ എടുത്ത് മാറ്റൂ. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ അകത്തൊക്കെ നോക്കി. ഇന്ന് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ടുള്ള ഒരു മീറ്റിംഗ്. ഓ, ഞാനത് മറന്നു. കൃഷ്ണേട്ടൻ നമ്മുടെ ഓഡിറ്ററെയും കൂടെ കൊണ്ടുപോകണം. കമ്മീഷണർ പുതിയൊരാളാ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിനക്കെന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. എന്താ, സുഖമില്ലേ? അതെ, സുഖമില്ല. ശരീരത്തിനല്ല, മനസ്സിന്. ഒരു മംഗളകാര്യത്തിന്റെ പത്രിക കത്തിപ്പോയത് കൃഷ്ണേട്ട കണ്ടതല്ലേ? കല്യാണം തീരുമാനിച്ച അന്നു മുതൽ ഓരോരോ അനർത്ഥങ്ങളാ. ഓർക്കുമ്പോ നെഞ്ചിനെന്തോ ഒരു പെടച്ചില് പോലെ. എന്തായത്? പത്രിക കത്തിപ്പോയി ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അത് യാദൃച്ഛികമായി സംഭവിച്ചാണെന്ന് കരുതിയ പോരെ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് ഓർത്തു നിന്നാ അതിനേ സമയം കാണും. ഇല്ല കൃഷ്ണേട്ടാ, ഇതിനിയും അങ്ങനെ മറക്കാൻ പാടുള്ള കാര്യമല്ല. ഇളയച്ചൻ അന്നേ പറഞ്ഞതാ ശ്രീചക്ര പൂജ നടത്തിയിട്ട് വേണം ഇവിടെ താമസിക്കാനെന്ന്. അതിന്റെ അർത്ഥം ഇവിടുത്തെ വാസ്തുവിന് എന്തോ പ്രശ്നമുണ്ടെന്നാ. നമ്മളതങ്ങ് മറന്നു. അതിന്റെ അനർത്ഥങ്ങളാ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. ഇളയച്ചൻ അന്നേ പറഞ്ഞതാ ശ്രീചക്ര പൂജ നടത്തിയിട്ട് വേണം ഇവിടെ താമസിക്കാനെന്ന്. അതിന്റെ അർത്ഥം ഇവിടുത്തെ വാസ്തുവിന് എന്തോ പ്രശ്നമുണ്ടെന്നാ. നമ്മളതങ്ങ് മറന്നു. അതിന്റെ അനർത്ഥങ്ങളാ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. ശരി, ഇനിയിപ്പോ അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ. ശ്രീചക്ര പൂജ ഉടൻ തന്നെ നടത്തിക്കളെ. നീ നിന്റെ ഇളയച്ചനെ വിളിച്ചു വരുത്ത്. അങ്ങനെങ്കിലും എന്റെ ഭാര്യയുടെ മുഖത്തൊരു സന്തോഷം കാണട്ടെ. വിളി. കല്യാണ പത്രിക കത്തിയപ്പോ മുതൽ ഞാൻ ഇളയച്ചനെ ട്രൈ ചെയ്യുന്നതാ. ഫോണിൽ കിട്ടുന്നില്ല. ഓ, ഇനി വല്ല ഹിമാലയൻ യാത്രയിലോ മറ്റോ ആണോന്ന് അറിയില്ല. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിന്റെ ഇളയച്ചന് ഒരു ചങ്ക് ബ്രോയുണ്ട്, മാങ്ങാട് ആശ്രമത്തിലെ ചിദാനന്ദ സ്വരൂപൻ. പുള്ളിയെ കിട്ടിയാൽ സംഗതി ഓക്കെ. നിന്റെ ഇളയച്ച എവിടെ ഉണ്ടെന്നുള്ള ലൊക്കേഷൻ മാപ്പ് കിട്ടും. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഈ ഫോണിലാണോ ഓഫീസ് ഫോണിലാണോ എന്ന് അറിയില്ല. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ.
നീ ഒന്ന് റിലാക്സ്. ഞാൻ പോയിട്ട് വരാം. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അല്ല, ശിവരാമേട്ടൻ പറഞ്ഞത് അത്ര ഈസി ആയിട്ട് ചേച്ചി വിശ്വസിക്കണ്ട. അവരാണുങ്ങളല്ലേ, നമ്മളെപ്പോലെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഉടനെ പൂജ നടത്തി ശ്രീചക്രം സ്ഥാപിച്ചേ പറ്റൂ. ഹോ, ഓർത്താ ഒരു സമാധാനവും ഇല്ല. എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കുന്നത്. ഒരു മംഗളകാര്യത്തിന് അച്ചടിച്ച പത്രിക പൂജാ സമയത്ത് കത്തിപ്പോകാന്ന് പറഞ്ഞ ഓരോന്ന് കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കുമ്പോ എന്റെ ഉള്ളിലൊരു ഭയോ. ഇനി ഈ കല്യാണത്തിന് വല്ല തടസ്സവും. വിലാസിനെ, ഇങ്ങനെ പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി. ദൈവം മാത്രമല്ല, മനുഷ്യര് കാണിച്ചു കൂട്ടുന്ന ചില നിമിത്തങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. മനുഷ്യര് കാണിക്കുന്ന നിമിത്തങ്ങളോ? അതെ ചേച്ചി, നമ്മൾ ഭയക്കേണ്ടത് ഭൂതത്തെയും ഭാവിയൊന്നും അല്ല, ചില മനുഷ്യരെ കൂടെയാ. ചേച്ചി കണ്ടതല്ലേ, കല്യാണ പത്രിക കത്തിയ സങ്കടത്തിൽ ആ പാവം പ്രിയങ്കയും നന്ദനയും വെപ്രാളപ്പെട്ട് തീ അണയ്ക്കാൻ നോക്കിയത്. അപ്പോഴാ നശിച്ചവള് വെള്ളം കൊണ്ടൊഴിച്ച് എല്ലാം ഇല്ലാതാക്കി. കോപവും സങ്കടവും സഹിക്കാൻ വയ്യാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് പ്രിയങ്ക ഒന്ന് കല്യാണിയെ അടിക്കാൻ കൈപൊക്കി പോയി. ഹോ, അപ്പൊ ഉടനെ കേറി കൈ തടഞ്ഞതാരാ? നമ്മുടെ ആനന്ദ്. ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കി, ആനന്ദ് എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നേ? അവനെന്താ പ്രിയങ്കയേക്കാൾ വലുതാണോ ഈ വൃത്തികെട്ട കല്യാണി? ആ, അന്ന് ബ്രാൻഡ് അംബാസിഡറെ മാറ്റിയ സമയത്ത് പ്രിയങ്ക രാജീവിനെ അടിച്ചല്ലോ. ആനന്ദും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്നെന്താ തടയാത്തത്? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് രാജീവിനെ അടിച്ചപ്പോ തോന്നാത്ത എന്ത് പ്രത്യേകതയാ കല്യാണി അടിക്കാൻ വന്നപ്പോ ആനന്ദിന് തോന്നിയത്? ഏതായാലും ചേച്ചി ഒരു കാര്യം ഉറപ്പിച്ചു, ഇവിടെ നമ്മളൊന്നും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നേരല്ലാത്ത എന്തോ കാര്യമുണ്ട്. അതിന്റെ നിമിത്തങ്ങളാ ഈ കാണുന്നതൊക്കെ. സൂചി സ്വർണം കൊണ്ടാണെങ്കിലും കണ്ണിൽ കൊണ്ടാ കാഴ്ച പോവും. രക്തബന്ധമാണെങ്കിലും വഴി പിഴച്ചു എന്ന് തോന്നിയാ അപ്പോഴേ നമ്മൾ ഇടപെടണമെന്നാ എന്റെ ഒരു തോന്നൽ. അല്ല, ആനന്ദ് തെറ്റ് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചേച്ചി ഏതിനും ഒന്ന് കരുതിയിരുന്ന കുടുംബത്തിന് കൊള്ളാം. അല്ലെങ്കിൽ ഇനി ശ്രീചക്രമല്ല മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം സ്ഥാപിച്ചാലും തൃച്ചംബരത്തുള്ളവര് രക്ഷപ്പെടില്ല. അത്രേ ഉള്ളൂ.
നിശ്ചയ സ്ഥലത്തും ഇതുപോലെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കല്യാണക്കത്ത് കത്തുകയും കൂടി ചെയ്തപ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയം തോന്നുന്നുണ്ട്. മോളെ മോളെ അനികുട്ടനെ എവിടെ? അവൻ പഠിക്കാച്ചാ. ആഹാ, അപ്പൊ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടോ? ഒരു ലോങ് ജേണി ഉണ്ടായിരുന്നു മോളെ. നീ ഇതകത്ത് വെച്ചിട്ട് ചായ എടുക്ക. എന്താ നിന്റെ കയ്യില്? കാണട്ടെ. ആ, കാണിക്കേ. ആ സർ, ഇപ്പൊ വരാം സർ. പ്രിയങ്കമഠത്തിനെ കൊണ്ടുവിടാനോ? ദേ ഇറങ്ങി. ആ ശരി സർ. പഠിക്കുന്ന സമയത്ത് പോലും ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്ത് സംസാരിക്കാത്ത നീ ഇപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര വാചാലാവണമെങ്കിൽ നിന്റെ മനസ്സിൽ അവള് കേറിക്കൂടിയിട്ടുണ്ടെന്ന് തീർച്ചയാ. മച്ചു, സത്യം പറ, നീ അറിയാതെ അവളെ പ്രണയിക്കുന്നുണ്ട് അല്ലേ? നിന്റെ കല്യാണം കഴിയുന്നതുവരെ നീ കല്യാണിയോട് അല്പം അകലം പാലിക്കും. ഒരു 10 ദിവസമെങ്കിലും അങ്ങനെ കല്യാണി അകറ്റി നിർത്താൻ പറ്റിയ നിനക്ക് കല്യാണിയോട് പ്രണയമില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. എന്തു പറയുന്നു? കല്യാണിയോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്. അവളെ കാണാനും അവളോട് സംസാരിക്കാനും കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടം. പക്ഷേ അതൊരിക്കലും പ്രണയമല്ല, സൗഹൃദമാണ്. അങ്ങനെ ആവാൻ പാടുള്ളൂ. അത് ശബരിക്ക് തെളിയിച്ചു കൊടുക്കണം. എന്റെ പെണ്ണ് കല്യാണിയല്ല, പ്രിയങ്കയാണ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എനിക്കായി നിശ്ചയിച്ചുറപ്പിച്ച പെണ്ണ്. അത് ഞാൻ തെറ്റിക്കാൻ പാടില്ല ഒരിക്കലും. ആ, കറക്റ്റ് ടൈമിംഗ്. ഹലോ പ്രിയങ്ക, ഉറങ്ങിയില്ലേ ഇതുവരെ? ഓഹോ, അത് ശരി. അപ്പൊ ആനന്ദ് ഇപ്പൊ കഥയിലെ വില്ലനായില്ലേ? നായിക വിലാസിനി അല്ല, വില്ലത്തി കല്യാണിയെ സംരക്ഷിച്ച് പ്രിയങ്കയെ അവോയ്ഡ് ചെയ്യുന്ന ആനന്ദ് നായകനാവില്ലല്ലോ. അതുകൊണ്ടാ വില്ലൻ എന്ന് പറഞ്ഞത് ഞാനല്ല, വിലാസിനിയാണ്. അത് ഏറ്റെടുത്ത് തല പുണ്ണാക്കുന്നത് നീ. കളിയാക്കണ്ട. വിലാസിനി പറഞ്ഞതൊക്കെ ഞാൻ അതുപോലെ അങ്ങ് വിഴുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഓർക്കുമ്പോ എനിക്ക് ചില പേടിയൊക്കെ ഉണ്ട്. ഒരമ്മയായ സ്ത്രീയുടെ ഉത്കണ്ഠയാ കൃഷ്ണേട്ടാ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. സംഗതി ഇപ്പോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാക്കി മാറ്റാനാണ് ശ്രമം. എന്നാലേ വിലാസിനിയുടെ കാര്യത്തിൽ അത് അത്ര ശരിയല്ല. കാണുമ്പോൾ വലിയ അടുപ്പമൊക്കെ കാണിക്കും, പക്ഷെ അവസരം കിട്ടുമ്പോൾ ആരെയും പഴിചാരാനുള്ള ഒരു സാധ്യതയും കളയില്ലവൾ. അതാ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അഖില കേട്ടിട്ടുണ്ടോന്നറിയില്ല, സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? തേളിന് വിഷം വാലിൽ, ഈച്ചയ്ക്ക് ശിരസിൽ, പാമ്പിന് പല്ലിലാണ് വിഷമെങ്കിൽ മറ്റുള്ളവരെ ദുഷിച്ച് നടക്കുന്നവർക്ക് ശരീരമാസകലം വിഷമായിരിക്കും. ആ ഗണത്തിൽപ്പെട്ടതാ വിലാസിനി. സഹോദരന്റെ ഭാര്യയാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നിന്റെ പ്രശ്നം ആനന്ദും കല്യാണം തമ്മിൽ അടുക്കാതിരിക്കുക എന്നതാണെങ്കിൽ ഞാനൊരു വഴി പറയട്ടെ. ആർക്കും ഒരു ദോഷമില്ലാത്ത ഒരു വഴി. അതെന്ത് വഴി? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കല്യാണിക്ക് നാളെ തന്നെ നമ്മളൊരു വരനെ കണ്ടെത്തുന്നു. അതോടെ തീരില്ല ഈ പ്രശ്നങ്ങൾ മുഴുവനും.
വാവ്, ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഐഡിയ കൃഷ്ണേട്ടാ. ഞാൻ അങ്ങനെ ഒരു വഴി ചിന്തിച്ചില്ല. പക്ഷെ നാളെ കണ്ടെത്തുക എന്ന് വെച്ച വരനെ നമുക്ക് എവിടുന്ന് കിട്ടും? അതൊരു പ്രോബ്ലമായി ആക്കണ്ട. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ പയ്യനെയാണോ കിട്ടാത്തത്? ഏതായാലും നമ്മുടെ മക്കളുടെ കല്യാണത്തിന് മുമ്പ് കല്യാണിയുടെ കല്യാണം നടത്താമെന്ന് നീ ദാസിന് വാക്ക് കൊടുത്തതല്ലേ? ആ വാക്ക് നമ്മൾ ഇവിടെ പാലിക്കുന്നു. ഒപ്പം ആനന്ദിന്റെ കാര്യത്തിൽ നിനക്ക് മനസ്സമാധാനവും. എന്താ, ഓക്കെ അല്ലേ? വെറും ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. കൈ നീട്ടിയാട്ടെ. എന്റെ ഭർത്താവിന് ഇത്രയും തലച്ചോറുണ്ടെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. ഐ എം സോ ഹാപ്പി. താങ്ക് യു ഭഗവാനെ. എന്താ ഇങ്ങനെ രണ്ടുപേരും മരണ വീട്ടിലിരിക്കുന്നവരുണ്ടല്ലോ? പ്രിയങ്ക ഇപ്പോഴും ആ കല്യാണ കത്തിന്റെ കാര്യം മനസ്സിൽ നിന്ന് വിട്ടില്ലല്ലേ? വിടാൻ പറ്റുന്നില്ല. എന്തോ അപ്പോ മുതൽ മനസ്സിനകത്തൊരു ഭാരം പോലെ. പൂജിച്ച സമയത്ത് തന്നെ കല്യാണക്കത്ത് കത്തിപ്പോയപ്പോ അത് കല്യാണത്തിന് വല്ല തടസ്സവും വരുത്തുമെന്ന് ഞങ്ങൾക്കൊരു ഭയം. ഇറ്റ്സ് റിയലി എ ബാഡ് ഓമൻ. ദാറ്റ്സ് സ്റ്റുപ്പിഡിറ്റി. പ്രിന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ പ്രസ്സുകാർ തന്നെ എത്രയോ കത്തുകൾ കീറിക്കളയുന്നു. അതുകൊണ്ട് ഏതെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇതും അതുപോലെ കണ്ടാ മതി. നന്ദനെ, നീ ഏതായാലും അത് പേടിക്കണ്ട. നമ്മുടെ കല്യാണം മുടങ്ങാന്ന് ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ലെങ്കിലും ആദ്യ ഒരു പ്രാവശ്യം നമ്മുടെ നിശ്ചയം മുടക്കാൻ വാടകയ്ക്ക് നാടക നടിയിറക്കിയ പാരമ്പര്യം എനിക്കുണ്ട്. ഇനി അത് ചെയ്യില്ല. ഓക്കെ? എന്ത് നല്ല വേദന ഉണ്ട് കേട്ടോ. കല്യാണി 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 എന്താ കല്യാണി? ഇതാ കത്തിപ്പോയ ഇൻവിറ്റേഷൻ അല്ലേ? അതെ, വലിയ നോക്കണം. എന്താ കല്യാണി? ഇതാ കത്തിപ്പോയ ഇൻവിറ്റേഷൻ അല്ലേ? അതെ, വലിയ നോക്കണം. ബ്രോ വാങ്ങിക്ക് ബ്രോ. ആഹാ, ഇത് സൂപ്പർ കല്യാണി. എന്തോന്നു സൂപ്പർ? നോക്കി. മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്. അല്ല, ഇത് കത്തിപ്പോയ കത്താണെന്ന് ആരും പറയില്ലല്ലോ. അല്ല, ഇതാര് ശരിയാക്കി? ഞാൻ തന്നെയാണ് കുഞ്ഞെ. നീയാ? മൈ ഗോഡ്. എനിക്ക് എംബ്രോയിഡറിയും തയ്യലും ഒക്കെ അറിയാം. ഞാൻ തന്നെയാ കത്തിപ്പോയ ഭാഗം ശരിയാക്കി എടുത്തത്. അരവിന്ദ്, ഞാനൊന്ന് നോക്കട്ടെ.
ഗ്രേറ്റ്. ഇറ്റ്സ് അൺബിലീവബിൾ. ഓ, ഇപ്പോഴാ സമാധാനായത്. കല്യാണി, നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ഹോണസ്റ്റ്ലി യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. വലിയ സന്തോഷം. പ്രിയങ്ക, ഇത് നോക്ക്. കത്തിപ്പോയ കത്താണെന്ന് ആരും പറയില്ല.